ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ സീബാസ് എന്ന് പറയുന്ന ഫിഷാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ഫിഷിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ലെമണിൻ്റെ വാട്ടറും കൂടെ എടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യമായ സാൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മസാല നന്നായിട്ട് ഫിഷിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫിഷിൻ്റെ 2 സൈഡിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ എയർ ഫ്രയറിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം ഞാനൊരു 15 to 20 മിനിറ്റ്സാണ് ഗ്രില്ല് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയർ ഫ്രയർ ആദ്യം പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ്സ് ഒക്കെ മതിയാവും പ്രീ ഹീറ്റ് ചെയ്തത്. എന്നിട്ടാണ് ഡയറക്റ്റായിട്ട് ഫിഷ് ഇതിലേക്ക് ഈ ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായി ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്ര ഒരു ഡ്രൈ ആയിരിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഒലീവ് ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാനിത് ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ മതിയാവും. എന്നിട്ട് ഞാനിത് എയർ ഫ്രയറിലേക്ക് ഓപ്ഷനിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റിൻ്റെ വേർട്ടെക്സ് പ്ലസ് എയർ ഫ്രയറാണ്. അപ്പോൾ ഇവിടെ ഫിഷിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ഈ ഒരു സൈഡും നന്നായിട്ട് ഗ്രില്ലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സ് ഒക്കെ മതിയാവും എയർ ഫ്രയറിലേക്ക്. ഇനി ഈ ബാസ്ക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയത് ഫിഷ് എയർ ഫ്രയർ യൂസ് ചെയ്ത് ഗ്രില്ല് ചെയ്തപ്പോഴും ഞാൻ മുമ്പ് ഓവൺ യൂസ് ചെയ്തിട്ടും ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി സൂപ്പറായിട്ട് തോന്നിയത് എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടാണ്. അപ്പം എയർ ഫ്രയറിൽ ഫിഷ് ഗ്രില്ല് ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.